അത് കൊള്ളാമല്ലോ. പെങ്ങളെ, ആ ഈ പെങ്ങളെ ഓ ഇങ്ങോട്ട് പടി. വന്നോണ്ടിരിക്കാ. ഇവിടെ ഓ എന്താ ഞാൻ ഈ വീട്ടിൽ വരുന്നത് എന്തിനാ? എന്തിനാ ഞാൻ ഈ വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാല് നിന്നെ നിന്റെ പിള്ളാരെയും അളിയനെയും ഒന്ന് കാണാൻ വേണ്ടിയാ. അപ്പൊ ഈ വീട്ടിൽ ഞാൻ വന്നു കയറുന്നതിന് ചിലർക്കൊക്കെ ചില വിഷമങ്ങളുണ്ട്. അങ്ങനെയുള്ള വീട്ടിൽ കയറി വരാൻ എനിക്കും ബുദ്ധിമുട്ടാ. ഞാൻ പോവുക. ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, ഇപ്പൊ എവിടെ പോകുന്നു മാമൻ? എന്തോന്ന് അളിയാ ഇത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞേ. ആവശ്യമില്ല, ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താ ചിന്തിക്കാത്ത കാര്യം? എന്താണ് കഥ? എന്റെ അളിയ, ഞാൻ അളിയനെ കാണുന്നത് വെറും അളിയനായിട്ടല്ല, എന്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാ. പക്ഷെ അളിയൻ എന്നെ കാണുന്നത് വെറും അളിയനായിട്ടാ. അളിയ, അത് ശരിയായ കാര്യമല്ല. എന്തോന്നാ വിഷയം? എന്തോന്നാണ് ചേട്ടാ? കാര്യം പറ രണ്ടുപേരും. വേണ്ട വേണ്ട, അളിയൻ പറയണ്ട, ഞാൻ പറയാം. എന്നാ ഞാൻ പറയാം. ഇടി, നമ്മുടെ നമ്മൾ പഠിച്ച LP സ്കൂളിലെയോ നമ്മുടെ വീടിനടുത്ത്, അതിന്റെ ആ റോഡിന്റെ എതിർഭാഗത്ത് ഒരു 20 സെന്റ് കിടപ്പുണ്ട്. ഇതാണ് ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്, 3 വശം റോഡാണ്. ആ 20 സെന്റ് ഞാൻ ചെന്ന് സംസാരിച്ചു. വളരെ തുച്ഛമായ തുകയ്ക്ക് ഞാൻ സമ്മതിപ്പിച്ചു. 1.5 ലക്ഷം രൂപ സെന്റിന് വിൽക്കാനിട്ടേക്കുന്ന 1.5 ലക്ഷം രൂപയ്ക്ക് അത് നമുക്ക് കിട്ടും. 1.5 ലക്ഷം രൂപയോ? അവിടെ നമ്മൾ മറിച്ച് വിറ്റാ കിട്ടുകൂടി 2.5 ലക്ഷം രൂപ. പിന്നെ ഭയങ്കര ലാഭമല്ലയോ? അപ്പം ആ കാര്യം ഞാൻ വന്ന അളിയന്റെ അടുത്ത് പറഞ്ഞപ്പോ അളിയൻ അത് വേണ്ടെന്ന് വെച്ചാല് മണി, ഈ കാശില്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെ വാങ്ങിക്കും? മണിക്കൂടെ പറഞ്ഞൊക്കെ ശരിയാണ്, നല്ല സ്ഥലമൊക്കെ തന്നെ. പക്ഷെ കാശ് വേണ്ട വാങ്ങിക്കാനായിട്ട്. എന്റെ അളിയ, കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? അത് ശരിയാവില്ല. മക്കളെ, അങ്ങനെ വേറെ കാശൊക്കെ വാങ്ങിച്ച് നമ്മൾ സാധനം വാങ്ങിക്കാൻ പറ്റില്ല. സ്ഥലം വാങ്ങിക്കരുത്. എടി മോളെ, അളിയൻ ഈയിടെ ആയിട്ടേ ഞാൻ വേറെ നീ വേറെ, നിന്റെ കാശ് എന്റെ കാശ് എന്നൊക്കെയുള്ള അല്ല, അളിയന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി അളിയ. അതുകൊണ്ട് ഞാൻ എനിക്കിത് അത്ര ഫീൽ ചെയ്തു. മണിക്കൂട്ട അങ്ങനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എന്തോന്നും രവിയേട്ടാ മാമന് ഫീൽ ചെയ്ത് കണ്ട ചേട്ടാ? ആ തെങ്ങുംതോപ്പല്ലേ? തെങ്ങുംതോപ്പ് നല്ല കൊണ്ണായ സ്ഥലമല്ലേ പെങ്ങളെ? അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിഞ്ഞ് എവിടെയൊക്കെ കല്യാണമാകുന്ന സമയമുണ്ടല്ലോ. സമയം കല്യാണമാകുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഒരു മൂലയെന്ന് ഒരു 5 സെന്റ് വിറ്റ് കഴിഞ്ഞ് ഇവിടെ കല്യാണം രാജീവമായിട്ട് നമുക്ക് നടത്താം. ശരിയാണ്. IAS വരെ കിട്ടും. രവിയേട്ടാ, അങ്ങനെയാണെങ്കിലേ നമുക്ക് ആ സ്ഥലം നോക്കിക്കൂടെ? നല്ല സ്ഥലം എന്നല്ലേ പറയണേ? എന്തോന്നും മണി, എന്റെ സാഹചര്യം മനസ്സിലാക്കാതെ നീയും കൂടെ ചേർന്ന് ഇങ്ങനെ പറഞ്ഞ പൈസ ഉണ്ടോ? മാമൻ തരാന്നല്ലേ പറഞ്ഞത്. അതൊന്നും ശരിയാവില്ല. മണിക്കൂട്ടൻ ചേട്ടൻ സഹായിക്കുമല്ലോ ഇപ്പൊ. അതൊന്നും ശരിയാവില്ല മണി. എന്ത് ശരിയാവാത്ത? അത് എനിക്ക് ഇഷ്ടമല്ല. എന്തോന്ന്? ആരുടെയും 10 പൈസ എനിക്ക് വേണ്ട. പിന്നെ മരണം വരെ അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായ? അങ്ങനെ പോകണമെന്ന് തന്നെയാണ് ഞാനും ചിന്തിച്ചിട്ടുള്ളത്. ഇനി അതിന് പറ്റാത്തൊരു സമയം വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഓ ഞങ്ങളെ അളിയൻ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം മനസ്സിലായോ? ചത്ത് കിടന്നാലും എന്റെ കയ്യിൽ നിന്ന് 10ന്റെ കാശ് വാങ്ങിക്കരുതെന്ന് അളിയന്റെ അമ്മ അളിയന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല അച്ഛൻ പറഞ്ഞത്. അങ്ങനെ തന്നെ അളിയൻ പറഞ്ഞു, അങ്ങനെ തന്നെ അളിയൻ പറഞ്ഞു. നീ ഒന്നും പറയണ്ട, അളിയൻ അങ്ങനെ തന്നെ പറഞ്ഞു. അളിയൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചു. എന്തോ മണിക്കുട്ടൻ ചേട്ടാ, അറിയാലോ സ്വഭാവം. രവിയേട്ട ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ. അല്ല, ഇത്രയും പുഴുങ്ങനാന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടൻ വിഷമിക്കണ്ട, ഞാനേ രവിയേട്ടനോടൊന്ന് കാര്യമായിട്ടൊന്ന് പറഞ്ഞൊരു തഞ്ചത്തിൽ പറഞ്ഞു നോക്കട്ടോ. ഞാൻ സംസാരിച്ചു നോക്കിട്ട് വരാം.